ആപ്കി അദാലത്തിൽ ബിസിനസ്മാനായ രാഹുൽ ബജാജിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഒരു സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. രാഹുൽ സാർ, ഇത് സത്യമാണോ? മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലാക്കി തരാം. ബജാജ് ഗ്രൂപ്പ് തുടങ്ങി വെച്ചത് ജംനാലാൽജിയാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ക്ലോസ് ആയിരുന്നു. ജംനാലാൽജിക്ക് കോൺഗ്രസുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു പാർട്ടികളുമായിട്ടുമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെയില്ല. ജംനാലാൽജി ഒരു സന്യാസിയെപ്പോലുള്ള വ്യക്തിയാണ്. ഞങ്ങൾ അതുപോലെയുള്ളവരല്ല. അദ്ദേഹം ഗാന്ധിജിയെ പിന്തുടരുന്ന വ്യക്തിയായിരുന്നു. വിനോബയെ ഗുരുനാഥനായി സ്വീകരിച്ചു. ഗാന്ധിജിയെ പിതാവായി സ്വീകരിച്ചു. ഗാന്ധിജി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രസ്റ്റിയായി, ട്രഷററായി നിയമിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എക്സെട്ര. അദ്ദേഹം അങ്ങനെയാണ് അതിൽ ഇൻവോൾവ് ആയത്. അതിനുശേഷം മുത്തശ്ശൻ ജമുനാലാൽജി, പിന്നെ മുത്തശ്ശി ജാനകി ദേവിജി, അവർക്ക് പത്മവിഭൂഷൺ നൽകി. പിന്നെ എന്റെ അച്ഛനും അമ്മയും അവർ കൊൽക്കത്തയിലെ വളരെ വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ്. എല്ലാവരും ബ്രിട്ടീഷ് ഭരണത്തിന് എതിരെ നിന്നവരായിരുന്നു. എന്റെ ചെറിയച്ഛൻ രാമകൃഷ്ണ ബജാജ്. പക്ഷേ ഒരാൾ പോലും ഫ്രീഡം ഫൈറ്റർ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടില്ല, രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നന്നായിരിക്കുന്നു. താങ്കൾ കോൺഗ്രസിലുള്ള താങ്കൾക്ക് പരിചയമുള്ള നേതാക്കന്മാർക്കെല്ലാം ഓരോ ഡീലർഷിപ്പ് വെച്ചു കൊടുത്തു. ഈ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കോൺഗ്രസിന്റെ അടുത്തയാളാണെന്ന് നിങ്ങൾ പറയുന്നു. കോൺഗ്രസ് പറയുന്നു ഞാൻ BJPയുടെ ഒപ്പമാണെന്ന്. BJP പറയുന്നു ഞാൻ കോൺഗ്രസിന്റെ ഒപ്പമാണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇന്ത്യനാണ്. കോൺഗ്രസിന്റെ ഒപ്പവുമല്ല, BJPയുടെ ഒപ്പവുമല്ല. താങ്കൾ എപ്പോഴും ഭരണത്തിലുള്ളവരുടെ കൂടെ ആയിരിക്കും സപ്പോർട്ടെന്നാണ് കേട്ടത്. അപ്പൊ ഞാൻ എല്ലാവരുടെയും അടിമയായിരിക്കണമല്ലോ. അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? അപ്പൊ ക്രോണിസം ചെയ്യണം, അടിമയായിരിക്കണം. ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരേ ഒരു വിഡ്ഢിയേ ഉള്ളൂ, അതായത് ഗവൺമെന്റിന്റെ കുറ്റം പറയുന്നവൻ. ഏത് ഗവൺമെന്റാണ്? താങ്കൾക്ക് ഞാനൊരു ഉദാഹരണം പറയാം. മെയ് 1997 നടന്നതാണ്. അന്ന് P. ചിദംബരം ഫൈനാൻസ് മിനിസ്റ്ററാണ്. അപ്പൊ ചിദംബരത്തെക്കുറിച്ച് താങ്കൾ ഇതിനേക്കാൾ നല്ലൊരു ഫൈനാൻസ് മിനിസ്റ്ററെ കാണാൻ പറ്റും. അദ്ദേഹം ആ ഡ്രീം ബഡ്ജറ്റ് കൊണ്ടുവന്ന സമയത്ത്, അതിനുശേഷം ആ ഡ്രീം ബഡ്ജറ്റ് എന്തായെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗവൺമെന്റ് വീണതും എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഡ്രീം ബഡ്ജറ്റ് അത്ഭുതകരമായിരുന്നു എന്നും അറിയാം. ഇന്ത്യ മുഴുവനും അത് ഡ്രീം ബഡ്ജറ്റായി സ്വീകരിച്ചു. ഇതിൽ എന്റെ തെറ്റെന്താണുള്ളത്? ഞാനും അതുപോലെ തന്നെയാണ് സ്വീകരിച്ചത്. അവരെ ടാക്സ് ഒക്കെ കുറച്ചിരുന്നു, ഒരുപാട് നല്ലതായിരുന്നു, രാജ്യത്തിനും നല്ലതായിരുന്നു. ആ കാരണം കൊണ്ടായിരിക്കും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. ഇങ്ങനെയുള്ളപ്പോ ഒരു വ്യക്തി നല്ലത് ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയും. അതെങ്ങനെയാ ശരിയാവുക? നല്ലതല്ലേ നമുക്ക് പറയാൻ കഴിയും. നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാനത് സമ്മതിക്കുന്നു. അതായത് രജത് സാർ, ചിദംബരം സാർ നോളജ്, ഇന്റലിജന്റ്, എല്ലാം വിശദീകരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇദ്ദേഹത്തെപ്പോലൊരു കഴിവുള്ള ഫൈനാൻസ് മിനിസ്റ്റർ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. പക്ഷേ പ്യുവർ നോളജിൽ മൻമോഹൻ സിംഗ് വളരെ മിടുക്കനായിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു ഫിനാൻസ് മിനിസ്റ്റർ, ഒരു പ്രധാനമന്ത്രി. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? നാളെ BJP വീണ്ടും അധികാരത്തിൽ വന്നേക്കാം. യശ്വന്ത് സിൻഹയെക്കുറിച്ച് പാർലമെന്റിൽ മന്ത്രിയായിരിക്കുന്ന മണിശങ്കർ അയ്യർ പാർലമെന്റിൽ വെച്ച് പറഞ്ഞു, യശ്വന്ത് സിൻഹ രാഹുൽ ബജാജിന്റെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. നിങ്ങൾ BJP-കാരനല്ലേ? യശ്വന്ത് സിൻഹയോട് തന്നെ ചോദിച്ചു നോക്കൂ. അവരോട് എന്തിനാണ് ചോദിക്കുന്നത്? താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് BJP ഭരണത്തിൽ വന്നപ്പോ കണ്ടില്ലേ? ഞാനിപ്പോ BJP-കാരനായി. ഒക്ടോബർ അല്ല, ഭരണത്തിൽ വരുന്നവർക്കല്ലേ താങ്കൾ സപ്പോർട്ട് ചെയ്യാറ്? ഓ, അത് ശരി. അതാണല്ലേ ഒക്ടോബർ 1999 താങ്കൾ പറഞ്ഞത്, അതായത് 1999. അപ്പോ താങ്കൾ പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്നു, അദ്ദേഹത്തിനേക്കാൾ നല്ലൊരു പ്രധാനമന്ത്രി ഇല്ലെന്നാണ്. ഇല്ല, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കില്ല. ഇന്ത്യയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്നൊക്കെ ഞാനിതിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ അദ്ദേഹം പ്രധാനമന്ത്രി അല്ലല്ലോ, അല്ലേ രജത് സാർ? അതായത് വാജ്പേയിജി നമ്മുടെ രാജ്യത്തിന്റെ മികച്ചൊരു പ്രധാനമന്ത്രി ആയിരുന്നു. അതിലെനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. പക്ഷേ ആരും ആരെക്കാളും വലുതാണോ ചെറുതാണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. നിങ്ങളെപ്പോലുള്ള മീഡിയ പേഴ്സൺ ചില സമയത്ത് ഞങ്ങൾ ഇന്ന് പലതും ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ ചിലപ്പോൾ പറയിപ്പിച്ചതാണെങ്കിൽ എനിക്കറിയില്ല. ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് താങ്കൾ പറഞ്ഞ കാര്യം, BJP പറഞ്ഞിരിക്കുന്ന ഈ ഫീൽ ഗുഡ് കാര്യങ്ങൾ നാടിന് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണെന്നാണ്. പല കാര്യങ്ങളിലും BJPയുടെ പദ്ധതികൾ വളരെ നല്ലതായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ മുന്നേറ്റത്തിന്റെ പാതയിലായിരുന്നു. ഉദാഹരണത്തിന് അദ്വാനിജി രഥയാത്ര നടത്തിയപ്പോൾ അത് ഭാരത് ഉദയ് എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇന്ത്യ വളർന്നുവെന്നല്ലേ? ഇന്ത്യ മുന്നേറുന്നു. ചിലപ്പോഴൊക്കെ പല തെറ്റുകളും ചെയ്തിട്ടുമുണ്ട്. ഫെബ്രുവരി 15, 2004 ദിവസം മുമ്പാണ് ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അത് നിങ്ങൾ ചോദിക്കുന്നത് പഴയ കാര്യങ്ങൾ സംസാരിക്കും. പഴയ കാര്യമാണല്ലോ, പുതിയൊന്നും വേണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത് മുന്നിലുള്ള കാര്യം ചിന്തിക്കൂ, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കൂ. എന്തിനാ പുറകോട്ട്? BBC റേഡിയോയിൽ ഹിന്ദി പ്രോഗ്രാമിൽ രാഹുൽ ബജാജ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന ഈ ഫീൽ ഗുഡ് കാര്യങ്ങൾ വളരെ നല്ലതാണ്, അത് തുടർന്ന് ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ വളരെ ഫീൽ ഗുഡായ കാര്യമായിരുന്നു, മികച്ചൊരു ഫീൽ ഗുഡ് ഫാക്ടറായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ എത്ര വോട്ടുണ്ട്? തൊഴിൽ മേഖലയിൽ അത്ര വോട്ടില്ല.
പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക്, വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് BJPക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഗ്രാമങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ കോൺഗ്രസിന്റെ ഭരണമാണെങ്കിൽ അവരെ പ്രശംസിക്കുകയാണ്, BJPയുടെ ഭരണത്തിന്റെ സമയത്ത് അവരെയും പ്രശംസിക്കുന്നു. പക്ഷേ ഞാൻ രജത് സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ രജൻ സാറിനെ കുറിച്ചല്ലേ പറയാൻ കഴിയൂ, പ്രശംസിക്കണ്ടേ? പക്ഷെ ഞാൻ താങ്കളെ നിങ്ങൾ എന്താ അതുപോലെ പറയുന്നത്? എല്ലാവരെയും ഞാൻ ചീത്ത അല്ലല്ല, വിളിക്കണോ? കോൺഗ്രസിന്റെ ഭരണ സമയത്ത് രാജീവ് ഗാന്ധി ഭരണത്തിലുള്ളപ്പോ അദ്ദേഹം താങ്കളെ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെയർമാനാക്കി. ഇത് അവരുടെ തെറ്റാണോ അതോ എന്റെ തെറ്റോ? BJPയുടെ ഭരണ സമയത്ത് താങ്കൾക്ക് പത്മഭൂഷണാണ് നൽകിയത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല. ജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. എന്നെ എന്തിനാണ് ഇവിടെ കൂട്ടിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ഞാനൊരു വലിയ മനുഷ്യൻ തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നെ പ്രശംസിക്കുന്നു. ഒരാൾ പത്മഭൂഷൺ തരുന്നു, മറ്റൊരു കൂട്ടർ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെയർമാനാക്കുന്നു. എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കുറച്ചുകൂടെ ബഹുമാനത്തോടെ പറയുകയാണെങ്കിൽ താങ്കൾ ഭരണത്തിലുള്ളവരെ താങ്ങുകയാണെന്ന് പറയണം. അതായത് എത്ര പേർക്ക് എന്നെപ്പോലെ പത്മഭൂഷൺ നൽകി, പിന്നെ എത്ര പേരെ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെയർമാനാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം വളരെ വളരെ തെറ്റാണ്. അതെനിക്ക് ദേഷ്യവും അമർഷവുമാണ് പക്ഷേ ഉണ്ടാക്കുന്നത്. താങ്കൾ ഞാൻ ആ പറയുന്നത് സമയത്ത് NDAയുടെ ഭരണമായിരുന്നു. താങ്കൾ പറഞ്ഞു യശ്വന്ത് സിംഗ്, ജസ്വന്ത് സിംഗ് ഇവരെക്കാളൊക്കെ സാമ്പത്തിക സ്ഥിതി നന്നായിട്ട് ഞാൻ കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ആരില്ലെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞു. നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഈ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും എന്റെ ശരി, ഓർമ്മയില്ല. നന്നായിട്ട് പ്രവർത്തിച്ചവരെ താങ്കൾ പ്രശംസിച്ചു. ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയും, കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പോൾ ഭരണത്തിലില്ല. പ്രധാനമായും യശ്വന്ത് സിൻഹ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യശ്വന്ത് സിൻഹ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തു. ഒരേ ഒരു ബഡ്ജറ്റ്. ഇന്ന് ഞാനിവിടെ ഓപ്പണായിട്ട് പറയാണ്, ആ ഒരു ബഡ്ജറ്റ് ഒട്ടും മോശമായിരുന്നില്ല. പക്ഷെ അതിൽ തെറ്റായ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അതായത് ഡിവിഡൻഡ് ടാക്സ് റിമൂവൽ, പിന്നെ 1-2 ചില തീരുമാനങ്ങൾ. അടുത്ത ദിവസം ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് ഞാൻ 40 മിനിറ്റോളം സംസാരിച്ചു, പൂനെയിലിരുന്നുകൊണ്ട് ഡൽഹിക്ക്. നിങ്ങളുടെ ഈ പദവി പ്രശ്നത്തിലാണ്. കുറച്ചു ദിവസത്തിന് ശേഷം അതാണ് നടന്നത്. അതായത് കോൺഗ്രസിന്റെ ഭരണം വന്നതിന് ശേഷം അപ്പൊ താങ്കൾക്ക് ഇത്തവണ. തോന്നിയത് അതെ സോണിയാഗാന്ധി അവരുടെ നേതൃത്വത്തിലാണുള്ളത്. അപ്പൊ താങ്കൾ സോണിയാഗാന്ധി വളരെ മെച്യൂർഡായ വ്യക്തിയാണെന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനു മുൻപ് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉയരത്തിൽ കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ഹൈറ്റ്. എനിക്കവരെ കാണാൻ കഴിയില്ല. അവര് മുൻപുണ്ടായതുപോലെ ഇപ്പോഴില്ല. ഭരണത്തിൽ വന്നതിന് ശേഷം ടോട്ടലി മാറിയിരിക്കുകയാണ്. ഇത് 100% കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏകദേശം ഞാൻ ഇതാണ് പറഞ്ഞത്. ഇന്നും ഞാൻ അതേ പറയൂ. എമർജൻസിയിൽ എത്രയോ തൊഴിലുടമകൾ ഉണ്ടായിരുന്നു. പലരും പരസ്യമായി എമർജൻസിയെ ഒപ്പോസ് ചെയ്തു. ഞങ്ങളപ്പോൾ ചെറിയ ആളുകളായിരുന്നു. എതിർത്തപ്പോൾ റെയ്ഡുണ്ടായി. പിന്നീട് തുടർന്നും അത് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് പറഞ്ഞത്. നിങ്ങളുടെ അമ്മായിയമ്മയാണ് എമർജൻസി കൊണ്ടുവന്നത്. അപ്പോഴും ഞാൻ എമർജൻസിക്ക് എതിരായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഞാൻ സോണിയാഗാന്ധിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ചില സുഹൃത്തുക്കൾ അങ്ങനെ പറയും. ആര്? ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശരത് പവാർ. അദ്ദേഹമാണ് വിദേശ ചരിത്രം എന്നൊക്കെ പറയും. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്റെ സുഹൃത്താണ്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇപ്പൊ ഞാനത് പറഞ്ഞാൽ അപ്പ പറയും ഞാൻ അവരെ സോപ്പിടുകയാണെന്ന്. എനിക്കെന്താ സത്യം പറഞ്ഞുകൂടെ? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, 10 വർഷമെന്ന് പറയാം, 8 വർഷമെന്ന് പറയാം, സോണിയാജിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. ഇന്ത്യയിൽ അവരെപ്പോലെ ബെറ്ററായിട്ട് ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ പവർഫുള്ളാണ്. നിങ്ങളെ എല്ലാരേക്കാളും പവർഫുള്ളാണ്. അതുകൊണ്ടാണോ മെച്യൂർഡായെന്ന് പറയേണ്ടി വന്നത്? അതുകൊണ്ടാണ് പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ പിന്നെയും പറയും അവര് അത്രയ്ക്കൊന്നും ബുദ്ധിയുള്ളവരല്ല എന്ന്. ഞാൻ വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സോണിയാഗാന്ധിയാണോ മാറിയത് അതോ താങ്കളാണോ മാറിയതെന്ന്. അതായത് അവര് മാറിയതുകൊണ്ടാണ് എന്റെ കാഴ്ചപ്പാട് മാറിയത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരത് പവാർ വരെ വിദേശി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കൂ. താങ്കളോട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തോടാണോ കെയർ, അദ്ദേഹത്തിന് എന്നോടാണോ കെയർ എന്നുള്ളത് അദ്ദേഹത്തോട് പോയി ചോദിക്കണം. അതായത് സാർ, ഇപ്പോ നിങ്ങള് രാഹുൽ സാറിനെതിരെ കുറ്റം ആരോപിച്ചു, അദ്ദേഹം ഒരു അവസരവാദിയാണ് എന്ന്. ബിസിനസ്മാൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ഒരാൾ അവസരവാദിയായേ തീരൂ. അവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തിയാൽ ബിസിനസ് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായും ബിസിനസ്സുകാരുമായും യോജിച്ചു പോകുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ശരിയാ പറഞ്ഞത്. ഇദ്ദേഹത്തെ ഇവിടെ ഇരിക്കാൻ പറയും, ഞാൻ അവിടെ നിൽക്കാം. ഈ പറഞ്ഞത് വളരെ ശരിയാണ്.
ഈ കാരണം കൊണ്ടാണോ? നിങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് 90% ഇൻഡസ്ട്രിയലിസ്റ്റ് ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ അവരെ പോലെ അല്ലെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. എനിക്ക് ശരിയായി തോന്നുന്നത്, ഇന്ത്യക്ക് നല്ലത് വരുത്തുന്നത്, അത് ഞാൻ പറയും. ചില സമയത്ത് ഞാൻ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല ഗവൺമെന്റിന് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ഇത് സത്യമാണ്. നമ്മൾ അവരെ വിമർശിക്കുന്നതുകൊണ്ടോ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വാശി കൊണ്ടോ നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഗവൺമെന്റിന് നമ്മുടെ അഭിപ്രായം സ്വീകരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ധൈര്യമായി ഈ കാര്യം തുറന്നു പറയണം. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ട് താങ്കൾ രാജ്യസഭയിലേക്ക് പൊയ്ക്കൂടാ? ആരും എന്നെ വിളിച്ചിട്ടുമില്ല. അവിടെ പോയി സമയം കളയാൻ എനിക്ക് സമയവുമില്ല. അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവിടെ കൊടുക്കുന്ന ഈ ലെക്ചർ അവിടെ കൊടുക്കാമല്ലോ. ഇവിടെ എനിക്ക് ചുറ്റും ജനങ്ങളുണ്ട്. അവിടെ ഹൗസ് മാത്രമേ ഉണ്ടാവൂ. അവരവർക്ക് കിട്ടാനുള്ള ചെലവിനുള്ള കാശ് വാങ്ങിച്ച് സ്ഥലം വിടും. അവിടെ സെൻട്രൽ ഹാളിലിരിക്കും. പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ വളരെ നല്ലതാണ്, ചീപ്പാണ്, നല്ല രുചികരമായ ഭക്ഷണം കിട്ടും. അവിടുത്തെ സമൂസ സൂപ്പറാണ്. രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ താങ്കളുടെ യഥാർത്ഥ സ്ഥലം അതാണെന്നാണ് തോന്നുന്നത്. എനിക്ക് എന്റെ വ്യക്തിപരമായ ജീവിതമുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാലത്ത് 8 മണി മുതൽ വീട്ടിലേക്ക് വരാൻ തുടങ്ങും. ഇന്ന് ഞാൻ 10 മണി വരെ കിടന്നുറങ്ങിയാലും എന്നോട് ആരും ചോദിക്കില്ല. ഇങ്ങനെയുള്ള പൊതുജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല. എനിക്കതൊന്നും വേണ്ട. അതായത് താങ്കളുടെ പ്രവൃത്തികളെല്ലാം തന്നെ താങ്കളുടെ മക്കൾ നോക്കുമ്പോൾ താങ്കൾ ഒരു ചെയർമാനായിട്ട് മാത്രം ഇരിക്കുന്നു. ബാക്കി സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്? ആരുടെ മുമ്പിലും ഞാൻ മുട്ടുമടക്കില്ല. ആരെന്ത് തെറ്റ് ചെയ്താലും ഞാൻ അത് അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും. എവിടെയാണ് തെറ്റെന്ന് പറയും. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലതേ നടക്കൂ, രാജ്യത്തിനും. ഇത് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണല്ലോ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം.